1933. അതിൻ്റെ 2ാം ഭാഗം മാത്രം ഞാൻ വായിക്കാം. മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. മനസ്തപിച്ച് അല്ലെങ്കിൽ മനസ്തപിക്കാതെ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കരുണയിലൂടെ തൻ്റെ ജീവൻ അർപ്പിച്ച ആ ബലിയെ തിരസ്കരിച്ചുകൊണ്ട്, അത് സ്വീകരിക്കാതെ അത് തിരസ്കരിക്കുകയും, അപ്പോൾ നാച്ചുറലി മനസ്തപിക്കുന്നില്ല. അതേ സമയത്ത് മാരകമായ പാപ അവസ്ഥയിലായിരിക്കുകയും മനസ്തപിക്കാതെ മരിക്കുകയും ചെയ്യുന്നു. 3 കാര്യം. ഒന്ന്, യേശുവിനൂടെയുള്ള ഈ കരുണാർദ്രമായ സ്നേഹത്തെ തിരസ്കരിച്ചു. അതേസമയം മാരകമായ പാപത്തിൽ ജീവിച്ചു. അതേസമയം മനസ്തപിക്കാതെ മരിച്ചു. ആ അവസ്ഥയിൽ ആ ആത്മാവ് നരകത്തിൽ പോകും. വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗഹന്നയെപ്പറ്റി യേശു കൂടെ പറയുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണിത്. തൻ്റെ മാലാഖമാരെ താൻ അയക്കുമ്പോൾ എന്നും അവർ തിന്മ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്നും അവരെ തീച്ചൂളയിലേക്ക് എറിയുമെന്നും ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നും നിത്യാഗ്നിയിലേക്ക് അകന്നു പോകുവിൻ എന്ന ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നും യേശു താക്കീത് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ താക്കീത് ചെയ്യുമ്പോൾ ഇത് ആർക്കുള്ളതാണ്? യേശുവിനെ തിരസ്കരിച്ച് മാരകമായ പാപത്തിൽ മനസ്തപിക്കാതെ മരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവമുള്ള ഒരു പിന്തിരിയലും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കുന്നതും ആവശ്യമാണ്. നരകത്തിൽ ഒരാൾ പോകണമെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് അവസാനം വരെ ദൈവത്തെ തിരസ്കരിച്ചുള്ള ഒരു നിലനിൽപ്പ് ആവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ആരും നശിച്ചു പോകരുതെന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ ആ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തന്നില്ലേ. അപ്പം ഞാൻ ഒരാത്മാവ് യേശുവിൽ വിശ്വസിക്കുന്നില്ല, യേശുവിനെ എതിർത്ത് മാരകമായ പാപത്തിൽ ഞാൻ ജീവിച്ച് ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ, ഞാൻ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള എൻ്റെ ആ ജീവൻ്റെ അടയാളത്തിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ആ അന്ത്യനിമിഷത്തിൽ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കർത്താവ് ഇടപെടും. എനിക്ക് ശക്തി തരുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയോ വിശുദ്ധന്മാരിലൂടെയോ സഹോദരന്മാരിലൂടെയോ കർത്താവ് നേരിട്ടോ
മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിലൂടെ എല്ലാം ഈ ആത്മാവിനെ കർത്താവ് നേടും. അതാണ് വെല്ലുവിളി, അതാണ് സഭയുടെ മുഴുവൻ വെല്ലുവിളി, അതാണ് വിശ്വാസിയുടെ വെല്ലുവിളി. അതാണ് ഈശോ 4 പേർ ഒരാളെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മകനേ. അപ്പം കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ ഒരു സിനിമ, ഞാൻ ഒരു കൊച്ചു ത്രേസ്യയെക്കുറിച്ച് ഫ്രാൻസീനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമേഷൻ ഫിലിം നിങ്ങൾ ഷാലോമിലൊക്കെ കണ്ടു കാണും. കൊച്ചു ത്രേസ്യ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവൾ കേട്ടു ഫ്രാൻസീനി എന്ന ആൾ ട്രിപ്പിൾ മർഡറർ ആണ്, പക്ഷെ അയാളുടെ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. അയാൾ മനസ്തപിക്കുന്നില്ല, കുമ്പസാരിക്കുന്നുമില്ല. കുമ്പസാരിക്കാൻ വന്ന അച്ഛനെ സിഗരറ്റ് മേടിക്കാൻ പറഞ്ഞു. അച്ഛൻ സിഗരറ്റ് മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്താലെങ്കിലും കുമ്പസാരിക്കുമെന്ന് വിചാരിച്ച് സിഗരറ്റ് മേടിച്ചെടുത്ത് കുമ്പസാരിച്ചില്ല. അപ്പോൾ ഇതെല്ലാം എല്ലാ ദിവസവും ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് പേപ്പറിൽ. അങ്ങനെ ആ ന്യൂസ് കേട്ടപ്പോൾ ഫ്രാൻസീനിയുടെ വധശിക്ഷ ഇത്രാം ദിവസം നടക്കാൻ പോവുകയാണ്, കുമ്പസാരക്കാരനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ 14 വയസ്സുള്ള കൊച്ചു ത്രേസ്യയുടെ ഹൃദയത്തിൽ ഈ ഫ്രാൻസീനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയങ്കര പ്രചോദനമുണ്ടായി. അതാണ് കർത്താവ് ആത്മാവ് ചെയ്യണം. ഈ 14-കാരി കൊച്ചു ത്രേസ്യ ഒരു കുരിശ് രൂപത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. അതോടൊപ്പം അവൾ ചേച്ചി സെലീൻ്റെ കയ്യിൽ അവളുടെ പോക്കറ്റ് മണിയിലുണ്ടായിരുന്ന ഇച്ചിരി പൈസയൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു, നീ പോയിട്ട് വികാരി അച്ഛനോട് പറയണം ഒരു കുർബാന ചെല്ലാൻ ഫ്രാൻസീനിക്ക് വേണ്ടിയിട്ട്. അവൾ പറഞ്ഞു, അതിന് ഫ്രാൻസീനി മരിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴാണ് അവൻ്റെ ആത്മാവിന് കരുണയുടെ ആവശ്യം, മരിച്ചു കഴിഞ്ഞിട്ടല്ല, ഇപ്പോഴാണ്. കണ്ടോ 14. ഇതൊക്കെ കൊച്ചു ത്രേസ്യയുടെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യമാണ്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ അതിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് കുർബാന ചെല്ലിക്കാൻ ചെല്ലിക്കോട്ടോ, കുഴപ്പമില്ല, അത് ശുദ്ധീകരണം നടക്കും. പക്ഷേ ജീവിക്കണ കാലത്തൊന്ന് ചെല്ലിച്ചൂടെ ഓരോരുത്തർക്ക് വേണ്ടി? അങ്ങനെ അപ്പോൾ അവിടെ നമ്മൾ വിശ്വസിക്കുകയാണ്, അവിടെ വിശ്വസിക്കുകയാണ് 14. എന്നിട്ട് അവളുടെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ അങ്ങ്. അപ്പോൾ അവൾ എല്ലാ ദിവസവും, കൊച്ചു ത്രേസ്യ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം ഈ വശത്ത് എന്ന് പറഞ്ഞാൽ ഈശോ കുരിശിൽ അതല്ലേ? അതെ. അപ്പോൾ അവിടെ ലിസിയിലെ പള്ളിയിൽ, അത് വലിയ പള്ളിയല്ലേ, അപ്പോൾ വലിയൊരു കാർവ്ഡ് പിക്ചറാണത്. കാർവ്ഡായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അത് ഈശോ 2 കള്ളനും നിൽക്കുന്ന അതിൻ്റെ താഴെയാണ് കൊച്ചു ത്രേസ്യ എപ്പോഴും കുർബാനയ്ക്ക് ഇരിക്കുന്നത് എല്ലാ ദിവസവും. മനസ്സിലായോ? അതൊക്കെ ഭയങ്കര. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും അത് കാണാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ആത്മകഥയിലുള്ളതാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴെല്ലാം കൊച്ചു ത്രേസ്യ ചിന്തിക്കും, കർത്താവ് നല്ല കള്ളനോട് കരുണ കാണിച്ചത് കൊച്ചു ത്രേസ്യയുടെ ഹൃദയത്തിൽ ആഴമായ ഒരാശയമാണ്. അപ്പോൾ കൊച്ചു ത്രേസ്യ പറയാണ്, ഈ നല്ല കള്ളനെ നീ സ്വർഗത്തിൽ കൊണ്ടുപോയെങ്കിൽ ഈ ഫ്രാൻസീനിയോട് നീ കരുണ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവൾ പ്രാർത്ഥിച്ച വാക്കുകൾ ഇതായിരുന്നു, കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാൽ ഫ്രാൻസീനിയുടെ ആത്മാവിനോട് അങ്ങ് കരുണ കാണിക്കണം. അവൻ മരിക്കുന്നതിന് മുമ്പേ അവന് മാനസാന്തരത്തിനുള്ള കൃപ കൊടുക്കണം എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴിക്കും കരയാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു, അങ്ങ് ഈ കുഞ്ഞിൻ്റെ കണ്ണുനീര് കാണാതിരിക്കില്ല, ഈ കുഞ്ഞിൻ്റെ കണ്ണുനീര് അങ്ങ് വില കൊടുക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഐ ഫീൽ കോൺഫിഡൻറ്റ്, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ഈ കുഞ്ഞിൻ്റെ കണ്ണുനീരിന് അങ്ങ് ഉത്തരം തരും. എന്നിട്ട് പറയാണ്, ഈ ഫ്രാൻസീനി എൻ്റെ സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ കുഞ്ഞാണ്, അതുകൊണ്ട് എനിക്കിതിനൊരു അടയാളം തരണം. അപ്പോൾ കൊച്ചു ത്രേസ്യയുടെ ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ്, ഐ വാസ് ഫുള്ളി കോൺഫിഡൻറ്റ്, എനിക്ക് നല്ല ഉറപ്പാണ് ഈ കുഞ്ഞിൻ്റെ കണ്ണുനീര്
കർത്താവ് വ്യർത്ഥമാക്കില്ല. എന്ത് സംഭവിച്ചു? ആ ഫിലിം നിങ്ങൾ കാണണം, യൂട്യൂബിലുണ്ട് അതിൻ്റെ ആനിമേഷൻ. അത് ശരിക്കും ആ റിയൽ പ്ലേസൊക്കെ അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫ്രൻസീനിയെ വധശിക്ഷയ്ക്ക് നടപ്പാക്കിയത് പരസ്യമായിട്ടായിരുന്നു. കാരണം അത്രയ്ക്ക് കോളിളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു. 30,000 പേര് ഈ ജയിലിൻ്റെ മുമ്പിൽ ഈ പബ്ലിക് എക്സിക്യൂഷൻ കാണാൻ ഫ്രൻസീനിയോടുള്ള അരിശത്തിൻ്റെ പേരിൽ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. 30,000 പേര്. അതിൻ്റെ പിറ്റേ ദിവസമുള്ള ന്യൂസ് പേപ്പറിൽ, അപ്പം അന്ന് ഫോട്ടോഗ്രാഫി ഒന്നുമില്ലല്ലോ, എല്ലാം ന്യൂസ് പേപ്പറിൽ സ്കെച്ചാണ്. ആർട്ടിസ്റ്റുമാർ വന്നിട്ട് ഉടനെ കിടന്ന് വരച്ച് ആ ചിത്രമാണ് പിറ്റേ ദിവസം പേപ്പറിൽ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അന്നത്തെ കാലഘട്ടം. ലാ ക്രോസ് എന്ന ഒരു ഫ്രഞ്ച് പേപ്പറാണ് ക്രിസ്ത്യാനി ന്യൂസ്. ഈ പേപ്പറിൽ ന്യൂസ് വന്നിരിക്കുന്നു. അപ്പോൾ ആ ന്യൂസ് പിറ്റേ ദിവസം കൊച്ചു ത്രേസ്യയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതിലെന്താ കാണുന്നതെന്നറിയാം? അവിടെ ഒരു അടയാളം ചോദിച്ചത്. അതിലെഴുതിയിരിക്കുകയാണ്, ഫ്രൻസീനിയെ ഗില്ലറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഗില്ലറ്റിൽ തല വെച്ച് കൊല്ലാനായിട്ട് തല വയ്ക്കുമ്പോഴേക്കും ഫ്രൻസീനി പെട്ടെന്ന് തല വലിച്ചു. അപ്പോഴേക്കും പട്ടാളക്കാരൊക്കെ അവനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഭയങ്കര ഭീകരനാണ്, കൊതറിപ്പോകാൻ പോകാണോ? അവർക്കതൊക്കെയല്ലേ ചീത്ത. പക്ഷേ ഫ്രൻസീനി തല വലിച്ചത് അവിടെ ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരു കുരിശുമായിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു. ആ കുരിശിലേക്ക് നോക്കിയിട്ട് ആ പുരോഹിതനോട് പറഞ്ഞു, ആ കുരിശിങ്ങ് കൊണ്ടുവരും പ്ലീസ്, ആ കുരിശിങ്ങ് കൊണ്ടുവരും പ്ലീസ്, ആ കുരിശിങ്ങ് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുരോഹിതൻ ആ കുരിശുമായിട്ട് ഓടിച്ചെന്നു. ഫ്രൻസീനി ആ കുരിശിലേക്ക് നോക്കി, ആ കുരിശിനെ 3 പ്രാവശ്യം ഉമ്മ വെച്ചു. 30,000 പേര് ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഈ ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുകയാണ്. അതായിരുന്നു പേപ്പറിൽ വലിയ ന്യൂസ്. ഫ്രൻസീനി ക്രൂശിത രൂപത്തെ ഫ്രൻസീനി ക്രൂശിത രൂപത്തെ ചുംബിച്ചുകൊണ്ട് ജീവൻ വെടിച്ചു. കൊച്ചു ത്രേസ്യ ഇത് കണ്ടിട്ട് പറയാണ്, ഓ യേശുവേ, നിന്റെ കരുണ എത്ര മഹത്വമാണ്, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, നീ എൻ്റെ ഫ്രൻസീനിയെ നീ 3 പ്രാവശ്യം ചുംബിച്ചല്ലോ. അതായിരുന്നു കൊച്ചു ത്രേസ്യ. എന്നിട്ട് പറയാണ്, ഇതാണ് എൻ്റെ ദൈവവിളി, ഇതാണ് എൻ്റെ ദൈവവിളി. ഞാൻ പ്രാർത്ഥിച്ച് അനേകം പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. അതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിളി. മാനസാന്തരത്തിന് സാധ്യമല്ലാത്ത രീതിയിൽ കഠിന പാപത്തിൽ ക്രിസ്തുവിനെ തിരസ്കരിച്ച് കഴിയുന്ന കോടാനുകോടി ജനങ്ങളെ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു 14 വയസ്സ് കൊച്ചു ത്രേസ്യ കന്യാസ്ത്രീ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. 14 വയസ്സുകാരി കൊച്ചു പെണ്ണാണത്. ഞാൻ ലിസ്യുവിൽ പോകുമ്പോഴെല്ലാം കൊച്ചു ത്രേസ്യയുടെ താമസിക്കുന്ന വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ നമുക്ക്. അവിടെ കൊച്ചു ത്രേസ്യ ഈ മുറിയിലിരുന്നാണ് പ്രാർത്ഥിച്ചത്. ഫ്രൻസീനിക്കെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ കുരിശുണ്ട്. ആ മുറിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദൈവാനുഭവമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ തരംഗം ഇന്നും അനേകരെ വിശ്വാസത്തിൽ വളർത്തുകയും അനേകർക്ക് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത കൊടുക്കുകയും അതാണ്. അപ്പോൾ നമ്മളത് എന്തുകൊണ്ടാണ് പറയാൻ തുടങ്ങിയത്? നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി
സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളാണ് ഇതിന് പ്രാർത്ഥനകളാണ്. അപ്പോൾ ഈ പ്രൻസീനി വളരെ നല്ലൊരു സംഭവമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതും വലിയ പ്രമാദമായൊരു കേസായിരുന്നത് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവർ പോവും. പക്ഷേ ഈ പ്രൻസീനിയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകിയത് കൊണ്ടല്ലേ അവൾ പ്രാർത്ഥിച്ചത്. ഈ 14 വയസ്സുകാരിയ കൊച്ചു പെണ്ണിൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ലേ? ഓക്കെ, അപ്പോൾ നരകത്തിലേക്ക് പോകാൻ ആരും പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നരകമുണ്ട്. ഓക്കെ, ഇനിയാണ് അന്ത്യവിധി. 1938 അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈവീശി ഒന്ന് സ്തുതിച്ച് യേശുവേ സ്തോത്രം, യേശുവേ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈവീശി ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ച്